വിശുദ്ധ വേദ പുസ്തകത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാവും. വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ വർഷം തുടക്കത്തിൽ തന്നെ ലോക പോലീസായി നടിക്കുന്ന അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗത്തിന്റെ വിഷയം സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമോ അവർക്ക് ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടങ്ങളോ ഒന്നുമല്ല. ലോകത്ത് എവിടെ ചെന്നാലും കാണാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗമാണ് നമ്മൾ മലയാളികൾ. അവരും ഒരുപക്ഷെ അതിൽ നമ്മുടെ നാട്ടുകാരും പരിചയക്കാരും ഒക്കെ കാണും. അവരും വീട്ടുകാരും നാട്ടുകാരും അനുഭവിക്കുന്ന വിഷമവും ഒന്നും അവരുടെ വിഷയമല്ല. ആക്രമിക്കുന്നവന്റെയും ആക്രമിക്കപ്പെടുന്നവന്റെയും മതവും രാഷ്ട്രീയവും ജാതിയുമാണ് അവരുടെ വിഷയം. ആരാണ് തെറ്റുകാരനെന്നതും ഒരു വിഷയമേ അല്ല. വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഏറ്റവും മികച്ച സംസ്ഥാനമാണ് കേരളമെന്ന് എന്ന് നമ്മൾ പറയുന്നു. അത്ര തന്നെ. അടുത്ത കാലത്ത് ഒരു സ്ത്രീയുടെ വയറിലെ ഓപ്പറേഷൻ കഴിഞ്ഞ് കത്രിക ഉള്ളിൽ വെച്ച് മറന്ന സംഭവം ഉണ്ടായി. ഡോക്ടർ പറയുന്നു അതൊരു കുഴപ്പമേ അല്ലാന്ന്. ഒരു വിഭാഗം പറയുന്നു മന്ത്രി രാജിവെക്കണമെന്ന്. പക്ഷേ അത് ആവർത്തിക്കാതിരിക്കാനായി എന്ത് നടപടി സ്വീകരിച്ചു? ദിവസവും സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ 100 കണക്കിന് ഓപ്പറേഷൻ നടക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉടനടി നടപടിയാണ് ആദ്യം വേണ്ടത്. ആർക്കും ആദ്യ വിഷയമല്ല. പക്ഷെ ഇവിടെ മന്ത്രിയെ രാജിവെപ്പിക്കാനുള്ള തിരക്കിലാണ് ഒരു വിഭാഗം. അതാണ് ആദ്യമേ പറഞ്ഞ വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ ലക്ഷ്യബോധം ഇല്ലാതെ തമ്മിൽ മത്സരം. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഉത്തമ ലക്ഷ്യബോധമില്ലാതെ തമ്മിൽ മത്സരിക്കുന്നു. അത്ര തന്നെ. ഈ അടുത്ത കാലത്തൊരു വിമാന അപകടം ഉണ്ടായി. 2 പൈലറ്റ്മാരെ രാജ്യത്തിന് നഷ്ടപ്പെട്ടു. കുറച്ചു കാലം മുമ്പ് വരെ അപകടത്തിന്റെ കാരണം അറിയാനായിരുന്നു എല്ലാവരും കാത്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ വാർത്തയുടെ കീഴെ വരുന്ന അഭിപ്രായങ്ങൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിലായിരുന്നു. എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയം, ജാതി, മതം, ഒരു ഗുണവുമില്ല. എങ്കിലും ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും തമ്മിൽ തല്ലുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണ്.